സനാഉല്ലാ അൽ ഹിന്ദി അൽ അമൃത്സരി റഹിമഹുല്ല അവരുടെ തഫ്സീറുൽ ഖുർആൻ ബി കലാമിർ റഹ്മാൻ ദർസ് ഓഡിയോ നമ്പർ 18. സൂറത്തുൽ ബഖറ ആയത്തുകൾ 83 മുതൽ 91 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ لَا تَعْبُدُونَ إِلَّا اللَّهَ وَبِالْوَالِدَيْنِ إِحْسَانًا وَذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَقُولُوا لِلنَّاسِ حُسْنًا وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ ثُمَّ تَوَلَّيْتُمْ إِلَّا قَلِيلًا مِنْكُمْ وَأَنْتُمْ مُعْرِضُونَ. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ. ثُمَّ أَنْتُمْ هَؤُلَاءِ تَقْتُلُونَ أَنفُسَكُمْ وَتُخْرِجُونَ فَرِيقًا مِنْكُمْ مِنْ دِيَارِهِمْ تَظَاهَرُونَ عَلَيْهِمْ بِالْإِثْمِ وَالْعُدْوَانِ وَإِنْ يَأْتُوكُمْ أُسَارَى تُفَادُوهُمْ وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ وَقَفَّيْنَا مِنْ بَعْدِهِ بِالرُّسُلِ وَآتَيْنَا عِيسَى ابْنَ مَرْيَمَ الْبَيِّنَاتِ وَأَيَّدْنَاهُ بِرُوحِ الْقُدُسِ أَفَكُلَّمَا جَاءَكُمْ رَسُولٌ بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون. وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق
الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين. تفسير. وإذ أخذنا ميثاق بني إسرائيل. ഇസ്രായേൽ സന്തതികളുടെമായിട്ടുള്ള ഉറപ്പ് നാം സ്വീകരിച്ച സന്ദർഭം ഓർക്കുക. അത് അവരോർക്കുന്നില്ല. ലായത് കുറുന എന്ന് അതായത് അമർനാഹും അഖദ്ന അൽ ഇഖ്റാറ മിൻഹും ഫി തൗറാത്തി ഫി കിതാബി സഫറിൽ ഖുറൂജി ഫിൽ ബാബിൽ 20. തൗറാത്തിൽ അതിൻ്റെ ബാബും കിതാബ് പറയുന്നുണ്ട്. തൗറാത്തിൽ ഉള്ള കാര്യം അവർ സ്വീകരിച്ചത് പറയണം. അതായത് അമർനാഹും നാം അവരോട് കൽപ്പിച്ചു. അഖദ്ന അൽ ഇഖ്റാറ മിൻഹും അവരിൽ നിന്ന് നാം അംഗീകാരം അല്ലെങ്കിൽ സമ്മതം സ്വീകരിച്ചു, സമ്മതം എടുത്തു. ഫി തൗറാത്തിലുള്ള വിഷയം ഫി കിതാബി സഫറിൽ ഖുറൂജി ഫിൽ ബാബിൽ 20. എന്താണ് ആ വിഷയം? ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ അവർ ആരാധിക്കുകയില്ലെന്നും അല്ലെങ്കിൽ ആരാധിക്കരുതെന്നും. വബിൽ വാലിദൈനി ഇഹ്സാന, വാലിദൈൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും ആണ് അവരോട് കൽപ്പിച്ചത്. അതാണ് അവരുമായുള്ള മീസാഖ്. അതായത് ഉഅ്ബുദുല്ലാഹ വഹ്ദഹ്, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന്. വലാ തഅബുദു മഅഹു ഗൈറഹു, അവൻ്റെ കൂടെ മറ്റാർക്കും ഇബാദത്ത് ചെയ്യരുത് എന്ന്. മുസ്ലിക്കുകൾ പലപ്പോഴും അവരുടെ വിഷയം എന്താ? അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നില്ല എന്നതല്ല വിഷയം. അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഇബാദത്ത് ചെയ്യുന്നു എന്നാണ്. മറ്റ് ഇലാഹുകൾ, അവരുടെ വ്യാജ ഇലാഹുകൾക്ക്. വഅഹ്സിനു ബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയും ചെയ്യുക എന്ന്. അപ്പോൾ അത് പറഞ്ഞു. വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞ ശേഷം വദിൽ ഖുർബ വൽ യതാമ വൽ മസാകീനി, വദിൽ ഖുർബ ബന്ധുജനങ്ങൾക്കും, വൽ യതാമ അനാഥകൾക്കും, വൽ മസാക്കിനി സാധുജനങ്ങൾക്കും നന്മ ചെയ്യാൻ. വഖൂലൂ ലിന്നാസി, ജനങ്ങളോട് നിങ്ങൾ പറയുക. അതായത് കുല്ലഹും അവരോടെല്ലാം, എല്ലാ ജനങ്ങളോടും ഹുസ്ന നന്മ പറയുക. കല്ലിമുന്നാസ ബികലാമിൻ ലാ ളററ വലാ മഫ്സദ ഫിഹി, ബുദ്ധിമുട്ടോ ഫസാദോ നാശമോ ഇല്ലാത്ത സംസാരം എല്ലാ ജനങ്ങളോടും സംസാരിക്കുക. ലിഖൗലില്ലാഹി തആല, അല്ലാഹു തആലാന്റെ വചനം തെളിവ്. വഖുൽ ലിഇബാദി യഖൂലു അല്ലതി ഹിയ അഹ്സൻ, എൻ്റെ അടിമകളോട് പറയാം അവരോട് ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും നല്ലത് സംസാരിക്കാൻ. സൂറത്തുൽ ഇസ്രാ 53-ാമത്തെ ആയത്ത്. വഅഖീമുസ്സലാത വആതുസ്സകാത, വഅഖീമുസ്സലാഹ് നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, വആതുസ്സകാത്ത് സകാത്ത് കൊടുത്തു വിട്ടുകയും ചെയ്യുക. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഫഅഖറർതും, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളിതൊക്കെ അംഗീകരിച്ചതാ. ഇസ്രായേലിൽ പറയണേ ثم توليتم إلا قليلا منكم وأنتم معرضون. പിന്നെ ഇതൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞ ശേഷം ഈ മീസാക്ക് ഉറപ്പൊക്കെ അംഗീകരിച്ചിട്ട് പിന്നെ നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. ഇസ്രായേലിയരോട് പറയണം ഇല്ലാ ഖലീലൻ മിൻകും, നിങ്ങളിൽ നിന്ന് കുറച്ച് പേരൊഴികെ, വഅൻതും മുഅ്രിദൂൻ നിങ്ങൾ അവഗണിച്ച് കളഞ്ഞവരാണ്. ഇല്ലല്ലോ ഇതുവരെ നടന്നു ഇന്നേ ദിവസം. വഇദ് അഖദ്നാ മീസാഖക്കും, നിങ്ങളിൽ നിന്ന് നാം സ്വീകരിച്ച സന്ദർഭം, നിങ്ങളുടെ ഉറപ്പ് നാം സ്വീകരിച്ച സന്ദർഭം. വദ്കുറൂ എന്നർത്ഥം, സ്മരിക്കുകയും ചെയ്യുക. ഫിൽ ബാബിൽ മദ്കൂരി ആനിഫ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അധ്യായത്തിൽ തന്നെയാണ് തൗറാത്തിൽ അത് വരുന്നത് എന്നാണ്. ലാ തസ്ഫികൂന ദിമാഅകും വലാ തുഖ്രിജൂന അൻഫുസകും. ലാ തസ്ഫികൂന നിങ്ങൾ ചിന്തരുതെന്ന്, ദിമാഅകും നിങ്ങളുടെ രക്തങ്ങളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം വധിക്കരുത് എന്ന്. വലാ തുഖ്രിജൂന നിങ്ങൾ പുറപ്പെടുവിക്കരുതെന്ന്, മിൻ അൻഫുസകും നിങ്ങളുടെ സ്വന്തങ്ങളെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ സഹോദരങ്ങളായ ബനി ഇസ്രായേലരെ നിങ്ങൾ വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കരുത് എന്ന്. ഇഖ്വാനക്കും അതായത് നിങ്ങളുടെ സഹോദരങ്ങളെ, മിൻ ദിയാരിക്കും അവരുടെ വീടുകളിൽ നിന്ന്. അൽ ഇഖ്ബാർ ബിമാനൽ ഇൻഷാ, ലാ യഖ്തലു ബഅദുകും ബഅദ നിങ്ങൾ പരസ്പരം വധിക്കരുത്, കൊല നടത്തരുത്. വലാ യുഖ്രിജു ബഅദുകും ബഅദൻ ബിൽ ഖഹ്രി വൽ ഗലബത്തി മിൻ ദിയാരിഹിം. ഖഹർ പവർ, ശക്തി, ഗലബത്ത് അതിജയിക്കൽ, ഈ രണ്ട് ഘടകങ്ങൾ കൊണ്ട് നിങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് ചിലരെ പുറത്താക്കരുത്. അപ്പോൾ നിങ്ങളെ തന്നെ പുറത്താക്കുന്ന പോലെയാണല്ലോ, നിങ്ങളുടെ സഹോദരങ്ങളാണല്ലോ അവർ. അതെ. സുമ്മ അഖ്റർതും വഅൻതും തഷ്ഹദൂൻ, സുമ്മ അഖ്റർതും പിന്നെ നിങ്ങൾ അത് അംഗീകരിച്ചു.
അങ്ങനെ ആ ഉറപ്പ് നിങ്ങൾ അംഗീകരിച്ചതാ മീസാഖ്. വഅൻതും തഷ്ഹദൂൻ, നിങ്ങൾ സാക്ഷികളായിരിക്കും. അല്യവുമായുള്ള എപ്പോഴും. ثم أنتم هؤلاء تقتلون أنفسكم. എന്നുണ്ട്, ഈ എന്നുള്ള എന്തോ അവിടെ വിട്ടുപോയിട്ടുണ്ട്. ثم أنتم, പിന്നെ നിങ്ങൾ ഈ കൂട്ടർ, തഖ്തുലൂന അൻഫുസക്കും, പിന്നെ ഇതാ നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളെ തന്നെ വധിക്കുന്നു, നിങ്ങൾ പരസ്പരം വധിക്കുന്നു എന്നതാണ്. ഇഖ്വാനക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ. വതുഖ്രിജൂന ഫരീഖം മിൻകും, വതുഖ്രിജൂന നിങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു, ഫരീഖം മിൻകും നിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ, മിൻ ദിയാരിഹിം അവരുടെ വീടുകളിൽ നിന്ന്, തളാഹറൂന അലൈഹിം അവർക്ക് എതിരെ നിങ്ങൾ പിന്തുണ നൽകിക്കൊണ്ട്, അതായത് നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ തന്നെ മറ്റൊരു വിഭാഗവുമായിട്ട് സന്ധിയിലാകുമ്പോൾ, നിങ്ങളാകട്ടെ മറ്റൊരു സഖ്യകക്ഷിയിലും ആകുമ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നു, വീടുകളിൽ നിന്ന് പുറത്താക്കി അവരുമായി യുദ്ധം ചെയ്യുക ചെയ്യുന്നു. ഐ അഅദാഅഹും, അതായത് നിങ്ങളുടെ ശത്രുക്കളുടെ നിങ്ങൾ രാജിയാകുന്നു. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ എതിർക്കുമ്പോൾ രാജിയാകല്ല, ശത്രുക്കളെ എതിർക്കുമ്പോൾ എന്താകുന്നു, നിങ്ങളുടെ സഹോദരങ്ങളെ കൂടി നിങ്ങൾക്ക് എതിർക്കുന്നു. ആ ശത്രുപക്ഷത്ത് സഖ്യകക്ഷിയായിട്ടുള്ള. ബിൽ ഇസ്മി വൽ ഉദ്വാനി, കുറ്റം കൊണ്ടും ശത്രുത കൊണ്ടും. ഹാദാ ഫിഅലുൻ ഖബീഹുൻ, ഇത് മോശമായ പ്രവൃത്തിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോൾ ആ ശത്രുക്കളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ശത്രുക്കളുമായി സഖ്യത്തിലുള്ള നിങ്ങളുടെ തന്നെ മറ്റൊരു വിഭാഗം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൂക്കും, അതായത് ശത്രുക്കളുടെ കൈക്ക് അവർ ബന്ദികളായി വന്നാൽ, തൂക്കും ബന്ദികളായി അവർ, നിങ്ങളുടെ തന്നെ സഹോദരങ്ങൾ അവർ വരികയാണെങ്കിൽ, ബന്ദികളെ ആയിട്ട് വരുമ്പോൾ, തുഫാദൂഹും നിങ്ങളുടെ സഹോദരങ്ങളാണല്ലോ എന്നുള്ളവർക്ക് നിങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് ഫിദ്യ കൊടുത്തിട്ട്, ദണ്ഡം കൊടുത്തിട്ട് അവരെ മോചിപ്പിക്കും. അദു ഫിദാഹും വതുഖ്ലിസുഹും, എന്നിട്ട് അവരെ രക്ഷിക്കും. ഹദാ ഹസൻ, ഇത് നല്ല കാര്യമാണ്. പക്ഷെ എന്താണ്, വഹുവ മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും, നിങ്ങൾക്ക് മേൽ നിഷിദ്ധമാണെന്ത്, ഇഖ്റാജ് അവരെ പുറപ്പെടുവിക്കുക എന്നുള്ളത്, അവരെ ആ നാട്ടിൽ നിന്ന് പുറപ്പെടുവിക്കുക എന്നത്. യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നിങ്ങളുടെ ശത്രുക്കളായ കക്ഷികളുമായിട്ട് അവരുടെ സഖ്യകക്ഷി ആണ് ഇവർ എങ്കിൽ പോലും നിങ്ങളങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ ആ തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് തെറ്റാണെന്നുള്ളതാണ്. അങ്ങനെ ശത്രുക്കളുമായി സഖ്യത്തിൽ അവർ തന്നെ ഏർപ്പെടുന്നത് കൊണ്ടാണല്ലോ ഈ പ്രശ്നമൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഫിദ്യ കൊടുത്ത് മോചിപ്പിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ എന്താണ്, അവരെ ആദ്യം തന്നെ പുറപ്പെടുവിച്ചില്ലേ, നാട് കടത്തിയില്ലേ, വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ, അട്ടിപ്പുറത്താക്കിയില്ലേ, അതാണ് മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും, അവരെ പുറപ്പെടുവിക്കൽ നിങ്ങൾക്ക് മേൽ നിഷിദ്ധമാണ്. അഫതുമിനൂന ബിബഅദിൽ കിതാബി, നിങ്ങൾ അൽ കിതാബിൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയാണോ, അതായത് ബി അദാ ഇൽ ഫിദ്യ കൊടുത്തുകൊണ്ട്. അപ്പോൾ ഫിദ്യ അവർ അങ്ങനെ പെട്ടുപോയാൽ അവരുടെ സഹോദരങ്ങൾ എന്നുള്ള ആൾക്ക് അവരെന്ത് ചെയ്യുന്നു, ഫിദ്യ കൊടുത്തിട്ട് മോചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവരുടെ, അതാണ് വേദത്തിൻ്റെ ചില ഭാഗം വിശ്വസിക്കുക എന്ന് പറയുന്നത്. വതക്ഫുറൂന ബിബഅദിൻ, എന്നാൽ വേദത്തിൻ്റെ ചില ഭാഗം നിഷേധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബിത്തലാഹുറി അലൈഹിം, അവരോട് യുദ്ധസമയത്ത് അവരോട് പോരാടുന്നുണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്, അവരെ എതിർക്കുക എന്നുകൊണ്ട്. ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യും ഫിൽ ഹയാത്തി ദുനിയ. ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും, നിങ്ങളിൽ നിന്ന് അത് പ്രകാരം പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം എന്നത് ഇല്ലാ ഖിസ്യുൻ, നിന്ദതയല്ലാതെയല്ല, നിന്ദതയാണെന്നർത്ഥം. ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ ഐഹിക ജീവിതത്തിൽ. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, വയൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ യുറദ്ദൂന അവർ മടക്കപ്പെടുന്നതാണ്, ഇലാ അശദ്ദിൽ അദാബ് കൂടുതൽ ശക്തമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ശിക്ഷയിലേക്ക്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, വമല്ലാഹു ബിഗാഫിലിൻ, അല്ലാഹു അശ്രദ്ധനല്ല, അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച്. ഉലൈക അല്ലദീന ഇശ്തറവുൽ ഹയാത്തുദ് ദുനിയാ ബിൽ ആഖിറ
ഉലൈക അല്ലദീന ഇഷ്തറഉൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ. ഉലൈക കൂട്ടർ, അല്ലദീന എങ്ങനെയുള്ളവരാ? ഇഷ്തറൗ അവർ, ഇഷ്തറൗ അൽ ഹയാത്തദ് ദുനിയ അവർ ദുനിയാവിലെ ഐഹിക ജീവിതം വിലക്ക് വാങ്ങി, ബിൽ ആഖിറ പരലോകം കൊണ്ട്, പരലോകം വിറ്റിട്ട് ദുനിയാവ് വാങ്ങിയവരാണ്. ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ് അവർക്ക് മേൽ ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതല്ല. വലഹും യുൻസറൂൻ അവർ സഹായിക്കപ്പെടുന്നവരുമല്ല. ലിഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനം തെളിവ്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയ വതുമഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ ഉലൈക മഅവാഹുമുൻ നാറു ബിമാ കാനൂ യക്സിബൂൻ. ഇന്നല്ലദീന നിശ്ചയം ഒരു കൂട്ടർ, ലാ യർജൂന ലിഖാഅന നമ്മുടെ ദൃക്കാഴ്ച, നമ്മളെ കണ്ടുമുട്ടണമെന്ന് കൊതിക്കാത്തവർ, ആഗ്രഹിക്കാത്തവർ, വറദൂ ബിൽ ഹയാത്തി ദുനിയ ഐഹിക ജീവിതം കൊണ്ട് തൃപ്തി അടയുകയും ചെയ്തവർ, വതുമഅന്നു ബിഹാ അതിൽ സംതൃപ്തി അടഞ്ഞവർ, വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അശ്രദ്ധരായിട്ടുള്ള ആളുകളും, ഉലൈക കൂട്ടർ മഅവാഹുമുൻ നാർ അവരുടെ സങ്കേതം നരകമാകുന്നു, ബിമാ കാനൂ യക്സിബൂൻ അവർ പ്രവർത്തിച്ചത് ഫലമായിട്ട്. സൂറത്ത് യൂനുസ് 7-8 ആയത്തുകളാണ്. വലഖദ് ആതൈനാ മൂസൽ കിതാബ, വലഖദ് ആതൈനാ നിശ്ചയം നാം മൂസ അലൈഹി ഇസ്ലാമിന് നൽകി, അൽ കിതാബ വിശുദ്ധ വേദഗ്രന്ഥം, അത്തൗറാത്ത് അത്തൗറാത്ത് അതായത് തൗറാത്ത്. വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുൽ, വഖഫൈനാ നാം തുടർത്തുകയും ചെയ്തു, മിൻ ബഅദിഹി അദ്ദേഹത്തിന് ശേഷം ബിർറുസുൽ മുർസലീങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം തുടർച്ചയായിട്ട് ഇസ്രായേൽ സമൂഹത്തിൽ പ്രവാചകന്മാരെ മുർസലീങ്ങളെ അള്ളാഹു നിയോഗിച്ചു. അതായത് അർസൽനാ ബഅദഹു റുസുലൻ കസീറ അദ്ദേഹത്തിന് ശേഷം നമ്മൾ ധാരാളം മുർസലീങ്ങളെ മെസ്സഞ്ചേഴ്സിനെ ദൂതന്മാരെ അയച്ചു ഇസ്രായേലിയർക്ക് എന്ന്. വആതൈനാ ഈസ ഇബ്ന മറിയം അൽ ബയ്യിനാത്ത് വആതൈനാ നാം നൽകുകയും ചെയ്തു ഈസ ഇബ്ന മറിയം മറിയമിൻ്റെ പുത്രൻ ഈസ അലൈഹി ഇസ്ലാമിന് അൽ ബയ്യിനാത്ത് വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ, അദ്ദലാഇൽ അൽ വാളിഹത്ത് അൽ മദ്കൂറത ഫീ ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനത്തിൽ പരാമർശിക്കപ്പെട്ട വ്യക്തമായ തെളിവുകൾ. അത് ഏതായത് സൂറത്തുൽ മാഇദ 110 ആയത്തിൽ പറയുന്നു. വഇദ് തഖ്ലുഖു മിനത്ത്-ത്വീനി കഹയ്അതി-ത്വയ്രി ബിഇദ്നി ഫതൻഫഖു ഫീഹാ ഫതകൂനു ത്വയ്റൻ ബിഇദ്നി വതുബ്രിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നി വഇദ് തുഖ്രിജുൽ മൗതാ ബിഇദ്നി وإذ كففت بني إسرائيل عنك إذ جئتهم بالبينات فقال الذين كفروا منهم إن هذا إلا سحر مبين وإذ تخلق من الطين താങ്കൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമയോട് പറയാണ് അള്ളാഹു കളിമണ്ണിൽ നിന്ന് ഉണ്ടാക്കിയപ്പോൾ കഹൈ അത്തിത്വൈരി ഒരു പക്ഷിയുടെ കോല ഉണ്ടാക്കിയതല്ല, പക്ഷിയല്ല. ബിഇദ്നി എൻ്റെ അനുമതി പ്രകാരം, പ്രത്യേകിച്ച് പറയാണ് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമെന്ന്. ഫതൻഫഖു ഫീഹാ അങ്ങനെ താങ്കൾ അതിലൂതിയപ്പോൾ ഫതകൂനു ത്വയ്റൻ ബിഇദ്നി അത് എൻ്റെ അനുമതി പ്രകാരം ത്വയ്ർ പക്ഷിയായി ആകുന്നു. അപ്പോൾ അതെന്താണ്? യഥാർത്ഥത്തിൽ അവിടെ ജീവൻ നൽകുന്നത് അള്ളാഹുവാണ്. അത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കൈക്ക് സംഭവിക്കുന്നു എന്ന് മാത്രം. വതുബ്രിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നി കുഷ്ഠം, വെള്ളപ്പാണ്ട് രോഗങ്ങൾ എൻ്റെ അനുമതി പ്രകാരം നീ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ രോഗം സുഖപ്പെടുത്തുന്നത് അള്ളാഹുവാണല്ലോ. വഇദ് തുഖ്രിജുൽ മൗതാ ബിഇദ്നി എൻ്റെ അനുമതി പ്രകാരം ശവശരീരത്തിൽ നിന്ന് നീ ജീവൻ പുറത്തെടുക്കുന്നു എൻ്റെ അനുമതി പ്രകാരം, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. വഇദ് കഫഫ്തു ബനീ ഇസ്രായീല അൻക നിന്നെ തൊട്ട് ഇസ്രായേലിയരെ ഞാൻ തടഞ്ഞു, നിന്നെ എതിർക്കുന്നതിൽ നിന്ന്, ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്ന് ഒക്കെ. ഇത് ജിഅ്തഹും ബിൽ ബയ്യിനാത്തി അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയപ്പോൾ ഫഖാലല്ലദീന കഫറൂ മിൻഹും അവരിൽ നിന്നുള്ള സത്യനിഷേധികൾ പറഞ്ഞു ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ ഇത് വ്യക്തമായ മാരണമല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ചില ആളുകൾ പറഞ്ഞു. വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സി അപ്പോൾ എന്താണ്? വഅതൈനാ ഈസ ഇബ്ന മറിയം അൽ ബയ്യിനാത്തി ഇബ്രാഹിം അലൈഹി ഇസ്ലാം അല്ല, ഈസാ അലൈഹി ഇസ്ലാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴൊക്കെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്നാണ് പറഞ്ഞത്. അഫ്വാൻ
വാത്തീന ഈസബന മറിയമൽ ബയ്യനാത്ത് വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ മറിയമിൻ്റെ പുത്രൻ ഈസാ അലൈഹി ഇസ്ലാമിന് നൽകി എന്ന് പറഞ്ഞേ. അത് തുടർച്ചയായിട്ട് പറയുന്നത് അയ്യദ്നാഹു ബി റൂഹിൽ ഖുദ്സ്, റൂഹുൽ ഖുദ്സിനെ കൊണ്ട് നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഐ ബി ഇർസാലി ജിബ്രായീല അലൈഹിസ്സലാം ഇലൈഹി ബിൻ നുബുവത്തി വത്തസബ്ബുതി ഇൻദ ഖുവ്വത്തിൽ അഅദാഇ. അതായത് നുബുവത്തും കൊണ്ട് ഈ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നാം അയക്കൽ കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചു, അങ്ങനെ ഈസാ അലൈഹിസ്സലാം ശക്തിപ്പെടുത്തി എന്നുള്ളതാണ്. വത്തസബ്ബുതി സ്ഥൈര്യം നൽകൽ കൊണ്ടും ഇൻദ ഖുവ്വത്തിൽ അഅദാഇ ശത്രുക്കൾക്ക് ശക്തിയുള്ളപ്പോൾ. ഈ ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനം തെളിവ് ഖുൽ നസ്സലഹു റൂഹുൽ ഖുദ്സ് മിർ റബ്ബിക. ഖുൽ നബിയെ പറയാ, നസ്സലഹു അതിനെ അവതരിപ്പിച്ചത് റൂഹുൽ ഖുദ്സ് മിർ റബ്ബിക താങ്കളുടെ റബ്ബിങ്കിൽ നിന്നുള്ള വിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവാണ് റൂഹുൽ ഖുദ്സ്. അപ്പോൾ റൂഹുൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം ആണ് എന്ന് ഈ ആയത്ത് കൊണ്ട് വ്യക്തമാണ്. സൂറത്തുൽ നഹ്ൽ 102 ആയത്ത്. തുടർന്ന് പറയാണ് സൂറത്തുൽ ബഖറയിലെ ആയത്ത് തുടരുകയാണ്. അഫകുല്ലമാ ജാഅകും റസൂലും ബിമാ ലാ തഹ്വാ. അഫകുല്ലമാ ജാഅകും നിങ്ങൾക്ക് വന്നെത്തിയപ്പോഴൊക്കെ റസൂലുൻ ദൂതൻ ദൈവദൂതൻ ബിമാ ലാ തഹ്വാ നിങ്ങൾ ഇഷ്ടപ്പെടാത്തത്, തസ്തഹി തഹ്വാന തസ്തഹി നിങ്ങൾ കൊതിക്കാത്തത് ആഗ്രഹിക്കാത്തത്, അംഫുസക്കും നിങ്ങളുടെ നഫ്സുകൾ കൊതിക്കാത്തത്, ഇസ്തക്ബർതും നിങ്ങൾ പങ്കച്ച നടിച്ചു കിബ്ർ നടിച്ചു, ഫരീഖൻ കദ്ദബ്തും അപ്പോൾ നിങ്ങളിൽ ഒരു വിഭാഗം വ്യാജമാക്കി, സത്യത്തെ വ്യാജമാക്കി, അല്ലെങ്കിൽ കദ്ദബ്തും നിങ്ങൾ വ്യാജമാക്കി. ഈസാ അലൈഹിസ്സലാം വഗൈറ ഈസാ അലൈഹി ഇസ്ലാമിനെയും മറ്റും അങ്ങനെയുള്ള പ്രവാചകന്മാരെ അവർ കളവാക്കി വ്യാജമാക്കി. ഫരീഖൻ തഖ്തുലൂൻ ഒരു വിഭാഗം നിങ്ങൾപ്പെട്ട ഒരു വിഭാഗം അവരെ അമ്പിയാക്കളെ നബിമാരെ കൊല്ലുകയും ചെയ്യുന്നു. യഹ്യ അലൈഹിസ്സലാം വൈരി യഹ്യ അലൈഹിസ്സലാം മറ്റു പ്രവാചകന്മാരൊക്കെ പോലെ. വഖാലു ഖുലൂബുനാ ഗുൽഫ് വഖാലു അവർ പറഞ്ഞു ഖുലൂബുനാ ഗുൽഫ് ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടി വെക്കപ്പെട്ടതാണ്, മൂടിയാണ്, കവറുള്ളതാണ്. മഹ്ഫൂളത്തുൻ ലാ യദ്ഖുലുഹാ ശൈഉം മിമ്മാ തഖൂൽ നിങ്ങൾ പറയുന്ന ഒന്നും പ്രവേശിക്കാത്ത മഹ്ഫൂളത്താണ്, അടക്കപ്പെട്ടതാണ്, സൂക്ഷിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് സത്യനിഷേധികൾ പറഞ്ഞു. ബല്ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം പക്ഷേ അവരുടെ നിഷേധം കാരണം അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന്. ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനം തെളിവ് കല്ലാ ബർവാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ സൂറത്തുൽ മുത്തഫിഫീൻ 14-ാമത്തെ ആയത്തിൽ പറയാം. തുടർന്ന് പറയാം ഫഖലീലം മാ യുഅ്മിനൂൻ അപ്പോൾ അവരിൽ കുറച്ച് പേരാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർ കുറച്ചാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ലാ യുഅ്മിനൂന ലി അസരില്ല അനത്തി അൽ ഖില്ലത്തി ബിമാ അൽ ഖില്ലത്തു ബിമാന നഫി മുത്തലഖൻ. അപ്പോൾ ഇവിടെ കുറച്ച് വിശ്വസിക്കാർ വിശ്വസിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണെന്നാണ് പറയുന്നത്. ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ്? ലി അസരിൽ ലായനത്തി അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുള്ളത് കാരണം എന്നതാണ്. അവർ മർക്കട മുഷ്ടിക്കാരായിട്ട് അവർ അള്ളാഹു ശപിച്ചല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ വചനം തെളിവ് മയ്യൽ അനില്ലാഹു ഫലൻ തജിദ ലഹു നസ്വീറ സൂറത്തുൻ നിസാ 52-ാമത്തെ ആയത്ത്. ആരുടെ അള്ളാഹു ശപിച്ചുവോ അവന് ഒരു സഹായിയെ കണ്ടെത്താനും കഴിയില്ല എന്ന്. തുടർന്ന് പറയാം വലമ്മ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും വലമ്മ ജാഅഹും അള്ളാഹുവിൻ്റെ അവരുടെ അടുത്ത് വന്നപ്പോൾ കിതാബും മിൻ ഇൻദില്ലാഹ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വേദഗ്രന്ഥം മുസദ്ദിഖുൻ ലിമാ മഅഹും അവരോടൊപ്പമുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അതായത് വിശുദ്ധ ഖുർആൻ അവരോടൊപ്പമുള്ള തൗറാത്തിനെ ഇഞ്ചീലിലൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് വന്നപ്പോൾ കാനൂ മിൻ ഖബ്ലി യസ്തഫ്തിഹൂന അലല്ലദീന കഫറു മുമ്പ് അവരായിരുന്നു എന്താണ് യസ്തഫ്തിഹൂന അവർ വിജയം തേടിയിരുന്നു, വിജയം അഭ്യർത്ഥിച്ചിരുന്നു അലല്ലദീന കഫറു സത്യനിഷേധികൾക്ക് മേൽ വിജയം വരിക്കുന്നതിന് ഒരു പ്രവാചകനെ അയക്കണമെന്ന് ഒക്കെ അവർ അപേക്ഷിച്ചിരുന്നു. എങ്ങനെ? ബി നബി ആഖിരി സമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അവസാന കാലത്തെ പ്രവാചകനെ അയച്ചിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, ഞങ്ങൾക്ക് ശത്രുക്കൾക്കെതിരെ വിജയം നൽകണേ എന്ന് അവർ തേടിക്കൊണ്ടിരുന്നതാണ് നേരത്തെ. ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനം തെളിവ് അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ സൂറത്തുൽ അഅറാഫ് 157-ാമത്തെ ആയത്ത്. അല്ലദീ എങ്ങനെയുള്ള നബി? ആ നബിയെക്കുറിച്ച് പറയാൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് യജിദൂനഹു അവർ
അദ്ദേഹത്തെ കണ്ടെത്തും മക്തൂബൻ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് ഇൻദഹും അവരുടെ പക്കൽ ഫി തൗറാത്തി വൽ ഇഞ്ചീൽ തോറയിലും ഇഞ്ചിയിലും തൗറാത്തിലും ഇഞ്ചിയിലും രേഖപ്പെടുത്തപ്പെട്ട പ്രവചിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ വിചാരിച്ചു അവരുടെ കൗമിൽ നിന്ന് ബനു ഇസ്രായേലിൽ നിന്നായിരിക്കുമെന്ന്. പക്ഷേ അറബ് വംശത്തിൽ നിന്നായപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളതാണ് പലർക്കും. ഫലമ്മ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി അവർ അറിഞ്ഞത് അവർക്ക് വന്നെത്തിയപ്പോൾ കഫറൂ ബിഹി അതിനെ അവർ നിഷേധിച്ചു. അദ്ദേഹത്തെ അവർ നിഷേധിച്ചു. ഷർത്തിയത്തു സാനിയ ജാഅൻലി ലമ്മ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അത് നഹവിയായ കാര്യങ്ങൾ കൊടുത്തിരിക്കുക. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ അപ്പോൾ നിഷേധികൾക്ക് മേൽ അള്ളാഹുവിൻ്റെ ശാപം എന്ന്. ബിഅസ മസ്തറൗ ബിഹി അൻഫുസഹും അതുകൊണ്ട് അവർ അവരുടെ സ്വന്തം നഫ്സുകൾക്ക് വാങ്ങിയത് എത്ര ചീത്ത. ഐ അറദു അൻഫുസഹും അലൽ ഹലാക്ക് അവർ സ്വന്തം നഫ്സുകളെ തന്നെ അവർ നാശത്തിന് അറലാക്കി വിധേയമാക്കി. ഐ യക്ഫുറു എന്താണ് അവരുടെ സത്യനിഷേധം കാരണമായിട്ട് സത്യത്തെ നിഷേധിക്കൽ. ഇനി ബിമാ അൻസലല്ലാഹു ബഗയൻ ബിമാ അൻസലല്ലാഹു അള്ളാഹു അവതരിപ്പിച്ചതിനെ നിഷേധിക്കൽ. ബഗയൻ അസൂയ മൂലം അസൂയായിട്ടാണ് മഫ്ഊലുല്ലഹാണ് ഇവിടെ. എന്ത് ഖഅത്തു അനിൽ ഹർബി ജുബ്ന ഞാൻ എന്താണ് ഭീരുത്വത്തോടുകൂടി പേടിച്ചുകൊണ്ട് ഹർബ് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞ് അവിടെ മാറിയിരുന്നു എന്നുള്ളതാണ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ബഗിയ എന്ന് പറഞ്ഞത് മഫ്ഊലുൻ ലഹു ആണ്. ഇവിടെ ജുബ്നൻ പേടിച്ചുകൊണ്ടെന്ന് പറഞ്ഞ മാതിരി. അതേപോലെ ഇവിടെ ബഗിയൻ അസൂയ മൂലം എന്നാണ് അർത്ഥത്തിൽ. ബിമാ അൻസലല്ലാഹു ബഗിയൻ അൻ യുനസ്സിലല്ലാഹു മിൻ ഫദ്ലിഹി അല്ലാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവതരിപ്പിച്ചു ഇറക്കിയത് കാരണം അതിന്മേലാണ് അവർക്ക് അസൂയ. എന്ത് അലാമൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ മിൻ ഇബാദിഹി അവൻ്റെ ദാസന്മാർ നിന്ന്. അപ്പോൾ അവൻ്റെ ദാസന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു എന്ത് ചെയ്യുക അനുഗ്രഹം ചെയ്യുക. ഇവിടെ നബുവത്ത് കൊണ്ട് അനുഗ്രഹിച്ചു. ഹസദു മുഹമ്മദൻ വാ സ്വഹാബഹു റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും അതേപോലെ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും മേലും ഇവർക്ക് അസൂയ തോന്നി എന്നുള്ളതാണ്. ഈ ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനം തെളിവ് അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഫഖദ് ആതൈനാ ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മത വആതൈനാഹും മുൽക്കൻ അളീമാ അം യഹ്സുദൂന അന്നാസ നിങ്ങൾ ജനങ്ങളോട് അസൂയ വെക്കുകയാണോ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി അള്ളാഹു അവർക്ക് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നൽകുന്നതിന് മേൽ നിങ്ങൾ അസൂയപ്പെടുകയാണോ. ഫഖദ് ആതൈന ആല ഇബ്രാഹീമ അൽ കിതാബ് വൽ ഹിക്മത ഇബ്രാഹിം കുടുംബത്തിന് നാം വിശുദ്ധ വേദഗ്രന്ഥം ഹിക്മത്തും നൽകിയിട്ടുണ്ട്. വാതൈനാഹും മുൽക്കൻ അദീമ അവർക്ക് നാം മഹത്തായ രാജാധികാരവും അധികാരവും നൽകിയിട്ടുണ്ട്. സൂറത്തുൻ നിസാ 54-ാമത്തെ ആയത്ത്. അപ്പോൾ മുമ്പ് ഇബ്രാഹിം കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം കുടുംബത്തിൽപ്പെട്ട തന്നെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം കുടുംബത്തിൽ പെട്ടതാണ് ബനു ഇസ്രായേലിലും. അപ്പോൾ അവർക്ക് കോപത്തിനു മേൽ കോപത്തിലേക്ക് അവർ മടങ്ങി. വലിൽ കാഫിരീന അദാബും മുഹീൻ സത്യനിഷേധികൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. വഇദാ ഖീല ലഹും ആമിനൂ ബിമാ അൻസലല്ലാഹ് വഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ ആമിനൂ നിങ്ങൾ വിശ്വസിക്കുവിൻ ബിമാ അൻസലല്ലാഹ് അള്ളാഹു അവതരിപ്പിച്ചതിൽ വിശ്വസിക്കൂ. അൽ ഖുർആൻ അതായത് വിശുദ്ധ ഖുർആൻ അന്തിമവേദമായ ഖുർആൻ അവതരിച്ചപ്പോൾ അത് വിശ്വസിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞപ്പോൾ ഖാലൂ അവർ പറഞ്ഞു നുഅ്മിനു ബിമാ ഉൻസില അലൈന ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന്. അതായത് തൗറാത്ത് വഗൈരിഹ തൗറാത്തും മറ്റും അവരുടെ ഏടുകളും അവർക്ക് അവതരിപ്പിച്ച ഏടുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ അത് പൂർണ്ണമായിട്ട് അനുസരിച്ച് വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ ഖുർആനും വിശ്വസിക്കുമായിരുന്നു. കാരണം ഖുർആൻ്റെ അവതരണം സംബന്ധിച്ച് ആഗമനം സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗമനം സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ പ്രവചനങ്ങൾ അവരുടെ വേദമായ തൗറാത്തിലൊക്കെ ഉണ്ട് എന്നതാണ്. ഖാലൂ നുഅ്മിനു ബിമാ ഉൻസില അലൈനാ അത്തൗറാത്ത് വഗൈരിഹ വയക്ഫുറൂന ബിമാ വറാഅഹു അവർ നിഷേധിക്കുകയും ചെയ്യുന്നു ബിമാ വറാഅഹു അവരുടെ പിറകിലുള്ളതിന്. വഹുവ അത് അൽ ഹഖ് മുസദ്ദിഖൻ അൽ ഹഖ് സത്യമാണ് മുസദ്ദിഖൻ സത്യപ്പെടുത്തുന്നതും ഹാലാണത്
മുസദ്ദിഖ എന്നുള്ളത് നഹ്വിയായിട്ട് സത്യപ്പെടുത്തുന്ന അവസ്ഥയിൽ ലിമാമഅഹും അവരോടൊപ്പമുള്ളതിന്, അതായത് അവരോടൊപ്പമുള്ള അവരുടെ കൂടെയുള്ള അവരുടെ തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന സത്യമായ വേദഗ്രന്ഥമാണ്, സത്യപ്പെടുത്തുന്ന അവസ്ഥയിലുള്ള സത്യമായ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുൽ നബിയെ പറയാം, ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി, പിന്നെ എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ കൊല്ലുന്നത്? അപ്പോൾ നിങ്ങളുടെ വേദത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ നബിമാരെ തന്നെ കൊല്ലുന്നു? മീൻ ഖബിലു, മുന്നേ, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികൾ ആണെങ്കിൽ.